AKG സെന്റർ ആക്രമണ കേസിൽ പിടിയിലായ മുഖ്യ സൂത്രധാരൻ കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ വലങ്കൈ സുഹൈൽ ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കി. ഇതിന്റെ വിവരങ്ങളുമായി വിജിൻ ചേരുന്നു. വിജിൻ, ഇന്നിപ്പോൾ ഈ ഷാജഹാൻ സുഹൈൽ ഷാജഹാൻ തന്നെയാണ് ഫ്ലൈറ്റിൽ വെച്ചും മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിന് ആസൂത്രണം ചെയ്തെന്ന EPയുടെ വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ഫോട്ടോകളുടെയും അന്നത്തെ ചിത്രങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുഹൈലിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. 2 വർഷത്തിന് ശേഷമാണ് ഈ AKG സെന്റർ അക്രമവുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ സുഹൈൽ ഷാജഹാൻ കഴിഞ്ഞ ദിവസം പിടിയിലായത്. ജൂലൈ 1-ാം തീയതി 2022 ജൂലൈ 1-നായിരുന്നു ഈ AKG സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് അക്രമം നടത്തിയത്. അതിനുശേഷം ഒളിവിൽ പോവുകയും വിദേശത്തേക്ക് കടക്കുകയും ചെയ്ത മുഖ്യ സൂത്രധാരൻ അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സുഹൈൽ ഷാജഹാൻ കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ പിടിയിലായത്. അയാൾ തന്നെയാണ് വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന കാര്യത്തിലുള്ള വെളിപ്പെടുത്തലും LDF കൺവീനർ EP ജയരാജൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടാവുകയും ചെയ്തു. സുധാകരനുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ആളുകൂടിയാണ് സുഹൈൽ ഷാജഹാൻ. ഇയാളെയാണ് ഇപ്പോൾ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിടികൂടുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം ദില്ലിയിലെത്തി കസ്റ്റഡിയിൽ വാങ്ങുകയും തുടർന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് കോടതി കടക്കും. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ AKG സെന്റർ അക്രമവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട കുറ്റപത്രം നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം കൈമാറിയിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ സുഹൈൽ ഷാജഹാനും ഒപ്പം തന്നെ ഇയാളുടെ ഡ്രൈവറായ സുധീഷിനെയുമാണ് പിടികിട്ടാൻ ഉണ്ടായിരുന്നത്. ഇയാളെ കൂടി പിടികിട്ടുന്നതോടുകൂടി പുതിയ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം ഹാജരാക്കും. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ, ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ തുമ്പൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വ്യാപകമായ പ്രചാരണം CPIM തന്നെയാണ് ഈ അക്രമം നടത്തിയത് എന്ന രീതിയിൽ ബിനു IP എന്ന മുൻ കൗൺസിലറുടെ പേരൊക്കെ ഉപയോഗിച്ചുള്ള വലിയ തരത്തിലുള്ള പ്രചാരണം ചില മാധ്യമങ്ങളും ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിൻ്റെ ഭാഗമായി എത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയെന്ന ആരോപണം മാധ്യമങ്ങളും ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ ഇക്കാര്യത്തിൽ IP ബിനു ആണ് അക്രമം നടത്തിയത് എന്ന പരസ്യ പ്രസ്താവന ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ സുഹൈലിനെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. അത് മാത്രമല്ല, ബോംബേറിൽ അകത്തുണ്ടായിരുന്ന AKG സെന്ററിലുണ്ടായിരുന്ന വനിതാ നേതാവ് ശ്രീമതി ടീച്ചർ ഞെട്ടിയത്, അവരത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ സമയത്ത് കൈരളി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അതുപോലും കോൺഗ്രസ് ട്രോളന്മാർ ട്രോളാക്കിയത് ഓർമ്മയില്ലേ? അത് മാത്രമല്ല, ഇന്ന് EP സൂചിപ്പിച്ച കാര്യം, അന്ന് കൈരളി ന്യൂസ് യാത്രക്കാരുടെ ലിസ്റ്റുകളടക്കം വാർത്തയും നൽകിയതാണ്. അന്ന് EP ജയരാജൻ ആക്രമിച്ചു എന്ന അർത്ഥത്തിലാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം കൊടുക്കാൻ ശ്രമിച്ചതും അങ്ങനെ ചർച്ചയാക്കിയതുമൊക്കെ നമ്മുടെ ഓർമ്മ പദങ്ങളിലുണ്ട്. മുഖ്യമന്ത്രിയെ ആക്രമിക്കാനായി ശ്രമിച്ചപ്പോൾ താൻ തടയുകയായിരുന്നു എന്ന് ആവർത്തിച്ച് ആ മനുഷ്യൻ പറഞ്ഞിട്ടും അന്ന് വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ആ ഫ്ലൈറ്റിൽ ഈ ഇപ്പോൾ പിടികൂടിയ സുഹൈൽ ഷാജഹാൻ ഉണ്ടായിരുന്നു എന്ന് EP തന്നെ വെളിപ്പെടുത്തുന്നു. അത് ശരിയുമാണ്, കാരണം അന്നത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. വിജിൻ. അജിംഷാദ്, തീർച്ചയായും ഇന്ന് ഈ പ്രതിയെ സുഹൈലിനെ പിടികൂടുകയും അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് സുഹൈൽ ഷാജഹാൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വഴി പരസ്യമായി കാണാൻ കഴിഞ്ഞത്. ആ ഘട്ടത്തിലാണ് EP ജയരാജൻ തന്നെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വിമാനത്തിൽ ആക്രമിച്ച 2 പ്രതികളിൽ ഒരാൾ ഈ സുഹൈൽ ഷാജഹാൻ ആയിരുന്നു എന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. കെ സുധാകരനുമായി ഏറ്റവും അടുപ്പമുള്ള കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു നേരിട്ട് അക്രമം നടത്തിയത്. അന്ന് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയത് സുഹൈൽ ഷാജഹാനാണ് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായ 2 പേരാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ അക്രമം നടത്തിയത്. അതേ പ്രതികളിൽപ്പെട്ട ഒരാളാണ് AKG സെന്റർ ആക്രമണത്തിന് മുഖ്യ സൂത്രധാരൻ എന്ന കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വരുന്നു. നേരത്തെ തന്നെ ഇയാളാണ് കഴക്കൂട്ടം സ്വദേശിയായ സുഹൈൽ ഷാജഹാനാണ് ഈ അക്രമത്തിൻ്റെ സൂത്രധാരൻ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് ഇയാളെ ദില്ലി വിമാനത്താവളത്തിൽ എത്തിയ സാഹചര്യത്തിൽ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്, പിടികൂടുന്നത്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് സംഘം ദില്ലിയിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും തുടർന്ന് കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അല്പസമയത്തിനകം കോടതി നടപടികളിലേക്ക് കടക്കും.